ആധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിൽ കുംഭകർണ രാവണ സംവാദവും രാവണ വിഭീഷണ സംഭാഷണവും വിഭീഷണൻ രാമസന്നിധിയിലേക്ക് പോകുന്നതുമായ ഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ യോഗാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്നൂഢമോദം നിജപീഠമതിന്മേലിരുത്തി ദശാസ്യനും വൃത്താന്തമെല്ലാം അപരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോടു ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴ്കെന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൊൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടുമുട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേക സ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവ നാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കെട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബളിശം വിഴുങ്ങി മരിക്കുന്നു. അഗ്നി കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി ഭവിക്കുന്നതിവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും. നല്ലതല്ലേതുമെനിക്കിതെന്നുള്ളതുള്ള ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ. വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ ശാസനയാലുമടങ്ങുകയില്ലതു. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം നീയതു നാട്ടിലുള്ളോർക്കുമാപത്തിനായി നിർണയം. ഞാനിതിനി രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കുവൻ. ജാനകി തന്നെ അനുഭവിച്ചിടു നീ മാനസേ ഖേദമുണ്ട കരുതേതുമേ. ദേഹത്തിനന്തരം വന്നു മുന്നമേ മോഹിച്ചിതാഹന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടുമാപത്തു നിർണയമോർത്തുകാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കെട്ടളവ് ഇന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൽ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ. ആശുവരുവൻ അനുജ്ഞ ചെയ്കിലെന്നാശരാധീശ്വരനോടു ചൊല്ലിടിനാൻ. അന്നേരം ആഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാനവനോടു പഥ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീരാ ദശാനന കേൾക്കേണമെന്നുട വാക്കുകളിന്നു നീ. നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോട് ഇത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. മത്തൻ ഉന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്തഘനയജ്ഞകാന്താദികളും തഥാ കുംഭകർണൻ ജംബുമാലി പ്രജംഘനും കുംഭൻ നികുംഭനകമ്പനൻ കമ്പനൻ. വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭഹനും ത്രിശിരസ്സതികായനും ദേവാന്തകനും നാരാന്തകനും മറ്റു ദേവാരികൾ വജ്രദ്രംഷ്ടാദിവീരരും. യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമാക്ഷനും മകരാക്ഷനും. ഇന്ദ്രനെ ശങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനുമാമല്ലവനെടോ. നേരെ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമനോടു കരുതായിക മാനസേ. ശ്രീരാമനായതു മാനുഷനല്ല കേളാരെന്നറിവാനുമാമെല്ലാം ഒരുവനും. ദേവേന്ദ്രനുമല്ല വഹ്നിയുമല്ലവൻ വൈവസത്വനും നിരതിയുമല്ല കേൾ. പാശിയുമല്ല ജഗൽപ്രാണനല്ല വിത്തേശനുമല്ലവൻ ഈശാനനുമല്ല. വേധാവുമല്ല ഭുജംഗാധിപനുമല്ല ആദിത്യരുദ്ര വസുക്കളുമല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയ കാരണൻ.
മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ. കൊന്നാൻ 21 തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ അന്നസുരരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിലവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിയിടുവൻ. സേവിപ്പവർക്കഭയത്തെ കൊടുപ്പോരു ദേവനവൻ കരുണാകരൻ കേവലൻ. ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ. ആശ്രിതവത്സലനംബുജലോചനൻ ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ. ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ. മൈഥിലി ദേവിയെ കൊണ്ട കൊടുത്തുതൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈ തൊഴുതാശു രക്ഷിക്കെന്നു ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ. തൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം പുക്ക നേരത്തതിബാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ. കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാലടി വച്ചു കല്ലാമഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ. ത്രയ്യംബകം വില്ലും ഖണ്ഡിച്ചു സീതയാമയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചിതുമത്ഭുതം. പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവം ചാടിക്കടന്നിവിടേക്കു വന്ന അർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വഹ്നിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും. ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ തവ നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോടു വൈരം വൃഥാ തന്നൊങ്കി തന്നെ കൊടുക്ക മടിയാതെ. നഷ്ടമതികളായിടും അമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ. കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തൻ പ്രാണനും നശിച്ചിടുമരക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. തന്നുടെ ദുർനയം കൊണ്ടുവരുന്നതിനിന്നു നാം ആളല്ല പോകെന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമില്ല മന്നവ. രാമശരമേറ്റു മൃത്യു വരുന്നേരം ആമയമുള്ളിൽ എനിക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നിതു ഞാനിനി താരാർമകളെ കൊടുക്ക വൈകിടാതെ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ. മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതും ഓർക്ക നീ. രാക്ഷസരാജ ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങൊല. കൊണ്ടൽ നേർവർണ്ണനു ജാനകി ദേവിയെ കൊണ്ടക്കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളകായിക വേണമേ. യുദ്ധം വിഭീഷണൻ പിന്നെയും പഥ്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോട് ചൊല്ലിയിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതും ഇത്രഭാവത്തോടരികെ മരുവിന് ശത്രുക്കളാകുന്ന ദേവനും മൃത്യുമ വരുത്തൂം അവരെന്നു നിർണയം. ഇത്തരമെന്നോടു ചൊല്ലുകിലാശു നീ വധ്യനാമെന്നാൽ അതിനില്ല സംശയം. രാത്രിഞ്ചരാധിപൻ ഇത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ. പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പാദാംഭോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണന്തികെ സന്തതം നിന്നു സേവിച്ചു കൊൾവൻ ജന്മമുള്ള നാൾ.
സത്വരം നാലമാത്യന്മാരുമായി അവൻ യുദ്ധം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. ദാരധനാലയമിത്ര മൃത്യൗഹവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം മാനസത്തിങ്കുലുറപ്പിച്ചു തുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജൻ തൻ പദം. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ, അന്നേരം ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും ഒരാമയമിങ്ങതിനില്ലെന്നു നിർണയം. പോകാകിലോ മമ ചന്ദ്രഹാസത്തിന് ഏകാന്ത ഭോജനമായി വരും നീയടോ. എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ, എന്നുട താതനു തുല്യനല്ലോ ഭവാൻ. താവകമായ നിയോഗമനുഷ്ഠിപ്പിനാവതെല്ലാം അതു സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദികളോടും അത്ര സുഖിച്ചു സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായാൻ ജനകാലയെ കാലിയും സീതാഭിധാനേന ജാതയായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിങ്ങു വന്നാരിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ ഇങ്ങു ഭവാനുള്ളിലേൽക്കുന്നതും വിപ്രഭോ. രാവണൻ തന്നെ വധിപ്പാനവനിയിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ അന്യഥാത്വം ഭവിക്കുമോ. ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയ ശരണം ഗതോസ്മി ഞാൻ. രാവണൻ തൻ നിയോഗേന വിഭീഷണൻ ദേവദേശപാദാബ്ജസേവാർത്ഥമായി ശോകം വിന നാലമാത്യന്മാരുമായുടൻ ആകാശമാർഗേ ഗമിച്ചാനതിദ്രുതം. ശ്രീരാമദേവനിരുന്നരുളുന്നതിൻ നേരെ മുകളിൽ നിന്നുച്ചൈസ്തരമവർ വ്യക്തവർണ്ണേന ചൊല്ലിടിനാൻ എത്രയും ഭക്തി വിനയ വിശുദ്ധമതി വിസ്ഫുടതം. നാലമാത്യന്മാരുമായി വിടകൊണ്ടേനൊരവ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുധേ. ഇത്തം വിഭീഷണവാക്യങ്ങൾ കേട്ടളവുദ്ധായ സുഗ്രീവനും പറഞ്ഞിടിനാൻ, വിശ്വേശ്വര രാക്ഷസൻ മായാവിയായത്രയും വിശ്വാസയോഗ്യനല്ലെന്നു നിർണയം. പിന്നെ വിശേഷിച്ചും രാവണ രാക്ഷസൻ തന്നുടെ സോദരൻ വിക്രമമുള്ളവൻ. ആയുധപാണിയായി വന്നാനമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം. ഛിദ്രം കുറഞ്ഞൊന്നു കാൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യനിന്നിവനല്ലൊരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നതെന്നും ഓർക്കേണമേ. ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിൽ എന്തോന്നഭിമതമെന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണനുത്തമനെത്രയും. വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുടെ മതം. നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ. നല്ലവരുണ്ടാവാം അവരിലെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്ക് രക്ഷണമെന്നു ശാസ്ത്രോക്തിയും. യുദ്ധം പലരും പലവിധം ചൊന്നവ ചിത്തേ ധരിച്ചരുൾ ചെയ്തു രഘുപതി. മാരുതി ചൊന്നതു ഉപപന്നമെത്രയും വിഭാകരപുത്രാവരികടോ. ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പവാദാദി നീതിജ്ഞവരന്മാരെ. ഉർവീശനാലയാവനാശ്രിതന്മാരെ സർവശോ രക്ഷേച്ചു നശ്വഭജനാപി. രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മഹാ കേവലം രക്ഷിതാവശ്വമേധം ചെയ്ത പുണ്യവാൻ. എന്നു ചൊല്ലുന്നിതു ദേവശാസ്ത്രങ്ങളിൽ പുണ്യപാപങ്ങൾ അറിയരുതേതുമേ. മുന്നമൊരു കബോധം നിജപേടയോടൊന്നിച്ചൊരു വനം തന്നിൽ മേവീടിനാൻ. ഉന്നതമായൊരു പാദപാഗ്രേ തഥാ ചെന്നോരു കാട്ടാളനെയ്തു കൊന്നിടിനാൻ. തന്നുടെ പക്ഷിയെ സുരതാന്തരെ വന്നോരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ. തന്നെ മറന്നിടുന്നു ദശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും. ചെന്നു ചരമാബ്ധി തന്നിൽ മറഞ്ഞിതു ഖിന്നനായി വന്നു വിശന്നു കിരാതനും. താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കബോധവും കൊണ്ടുവന്നാശു കൊടുത്തിതു വഹ്നിയും. തന്നുടെ കയ്യിലിരുന്ന കബോധിയെ വഹ്നിയിലിട്ടു ചുട്ടാശു തിന്നിടിനാൻ.
എന്നതുകൊണ്ടു വിശപ്പടങ്ങിടാഞ്ഞു പിന്നെയും പീഡിച്ചിരിക്കും കിരാതനു. തന്നുടെ ദേഹവും നൽകിനാൻ അമ്പോടു വഹ്നിയിൽ വീണു കിരാതാശനാർത്ഥമായി. അത്ര പോലും വേണം ആശ്രിതരക്ഷണം, മർത്യനെന്നാലോ പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവൻ എന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിൻ, എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ. ലോകപാലന്മാരെയും മറ്റും കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാ, വന്നിടുവാൻ ചൊല്ലവനമടിയാതെ. വ്യഗ്രിയാകേതും ഇത് ചൊല്ലി മാനസേ സുഗ്രീവ, നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നും അറിക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷമന്തീവരദള ശ്യാമളം കോമളം ബാണതനൂർധരം സോമബിംബാവ പ്രസന്ന മുഖാംബുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരേണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യ കവികുലസേവിതം രാഘവം. കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കുന്നിതന്വഹം. ആത്മാവിനെ അറിയാതെയാകയാൽ നിർണയം ആത്മനി കാണേണം ആത്മാനാമാത്മന. സർവലോകാനാം പിതാവായതും ഭവാൻ, സർവലോകേശ മാതാവായതും ഭവാൻ, സർവദാ സർവധാതാവായതും ഭവാൻ, ദർവീകരേന്ദ്രശയനാദയാനിധേ. ആധിമധ്യാന്തവിഹീനൻ പരിപൂർണൻ ആധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ. അച്യുതൻ അവ്യയൻ അവ്യക്തനദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ. നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കുമറിഞ്ഞുകൂടാതവൻ. നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരൂപാശ്രയൻ ശാശ്വതൻ. ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമാൻ സൽഭാവയുക്തൻ സനാതനൻ സർവകൻ. മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടഭാന്തകൻ. ജ്ഞാനിഹ തൊൽപാദ ഭക്തി നിശ്രേണിയെ സാനന്ദമാശു സംപ്രാപ്യ രഘുപതേ. ജ്ഞാനയോഗാഖ്യ സൗധം കരേറിയിടുവാൻ മാനസേ കാമിച്ചു വന്നേൻ ജഗൽപതേ. സീതാപതേ രാമ കാരുണീകോത്തമ യാതുധനാന്തക രാവണാരേ ഹരേ. പാദാംബുജം നമസ്തേ ഭവസാഗര ഭീതനാമെന്നെ രക്ഷിച്ചു കൊള്ളേണമേ. ഭക്തിപരവശനായി സ്തുതിച്ചിടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ. ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ടു മുക്തസ്മിതപൂർവമേവമരുൾ ചെയ്തു. ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈക തൽപരൻ. ഒട്ടുമേ താപമൊരുത്തനും എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്ക നീ. രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ. ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം. ത്വൽപാദ പത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം. മത്സമനായോരു ധന്യനില്ലൊഴിയിൽ മത്സമനായോരു ശുദ്ധനുമില്ലഹോ. മത്സമനായി മറ്റൊരുവനുമില്ലിഹ ത്വൽസ്വരൂപം മമ കാണായ കാരണാൽ. കർമ്മബന്ധങ്ങൾ നശിപ്പതിനായിനി നിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും. തദ്ധ്വാന സൂക്ഷ്മവും ദേഹി മേ രാഘവ ചിത്തേ വിഷയ സുഖാശയമില്ലേതുമേ. ത്വൽപാദ പങ്കജ ഭക്തിരേവാസുസ്തുമേ നിത്യമിളക്കമൊഴിഞ്ഞു കൃപാനിധേ. യുദ്ധമാകർണ്യ സംപ്രീതനാം രാഘവൻ നക്തഞ്ജരാധിപൻ തന്നോടരുൾ ചെയ്താൻ.